ഇന്ന് നമുക്ക് ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കിയാലോ. എഗ് റൈസ്. ഇവൻ ആളടിപൊളിയുണ്ടോ. ഇവന് ലഞ്ചിനോ ഡിന്നറിനോ കഴിക്കാൻ ഇവൻ സൂപ്പർ. സൈഡ് ഒന്നും വേണ്ട. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഇത് 3 പേർക്കുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു പാൻ മീഡിയം ചൂടിൽ വെക്കുക. അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് 3 ടേബിൾ സ്പൂൺ, പച്ചമുളക് ഒരു 5 എണ്ണം നന്നായിട്ട് ഫൈനായി ചോപ്പ് ചെയ്ത് 1 മിനിറ്റ് അതങ്ങോട്ട് വഴറ്റാം. നല്ലൊരു മണം അങ്ങോട്ട് വരും. അതിൻ്റെ ഉള്ളിലേക്ക് സ്ലൈസ് ചെയ്ത് ഓണിയൻ 2 എണ്ണം ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 6-7 മിനിറ്റ് അങ്ങോട്ട് കുക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് മുട്ട അങ്ങോട്ട് കൊത്തിയൊഴിക്കാം. ഒരു 6 മുട്ട ഒരു ബോളിലേക്ക് കൊത്തിയൊഴിക്കുക. 1/2 ടീസ്പൂൺ ഉപ്പിടാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യും. ഇതേപോലെ ബീറ്റ് ചെയ്ത് സൈഡിലേക്കാണ്ട് വെച്ചേക്കാം. നമ്മുടെ സബോള സോഫ്റ്റായി ട്രാൻസ്പെറൻ്റായി. അതിലേക്ക് തക്കാളി 1 എണ്ണം ഡൈസ് ചെയ്ത് ഇടാം. 1 മിനിറ്റ് സോട്ട് ചെയ്യുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടാം. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അതും ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുക. നമ്മുടെ ടൊമാറ്റോ ഒക്കെ അത്യാവശ്യം മുഷിയായി വരുമ്പോൾ നമ്മുടെ ഈ സൈഡിലേക്ക് ഇയാൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. സെൻറ്ററിലൊരു നന്നായിട്ട് ഒരു ഗ്യാപ്പ് ഇടുക. അതിൻ്റെ ഉള്ളിലേക്ക് ആ മുട്ട അടിച്ച് വെച്ചില്ലേ അത് ഒഴിക്കുക. അളക്കരുത്, അവൻ അവിടെ നിൽക്കട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേപോലെ സിഗ് സാഗ് മെത്തേഡിൽ കുക്ക് ചെയ്യുക. അപ്പോൾ നല്ല സ്ക്രാമ്പിൾ ചെയ്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ടെമ്പറേച്ചർ വളരെ ലോയിലേക്ക് ആക്കുക. അതിലേക്ക് 6 കപ്പ് അരി എങ്ങനെ കുക്ക് ചെയ്യാമെന്നും അതിൻ്റെ മെത്തേഡുകളെല്ലാം എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതും എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ അതങ്ങോട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് ഒരു 1/2 കപ്പ് സിലന്തർ ഫൈനായി ചോപ്പ് ചെയ്തത് അതും ചേർക്കുക. ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ സാധനം റെഡി. നമ്മുടെ മുട്ടച്ചോറ് എഗ് റൈസ് റെഡി ആയില്ലേ. ആവി പറക്കണ എഗ് റൈസ്. സ്മെല്ലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ചില ഡിഷുകളെ കൂടുതൽ കമന്റ് പറയേണ്ട കാര്യമില്ല. അത് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് സംസാരിക്കും. അതേപോലെ ഡിഷാണിത്. ഇതിന് സൈഡുകളൊന്നും വേണ്ട കേട്ടോ. അല്ലാണ്ട് തന്നെ നമുക്ക് ലഞ്ചിനും ഡിന്നറും കഴിക്കാൻ അടിപൊളിയാണ്. അധികം നേരവും വേണ്ടത് ഉണ്ടാക്കാനായിട്ട്. തിന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി സൈഡിൽ ഇനി അച്ചാറോ കച്ചമ്പറോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അതിന്റെ റെസിപ്പിയൊക്കെ എന്റെ ചാനലിൽ എടുപ്പുണ്ട്. അച്ചാറിന്റെ ഒരു 15 വെറൈറ്റികളുണ്ടാവും. ചീസ്, ബീഫ്, റുബാബ്, ക്രാബ് ആപ്പിള്, പാവയ്ക്ക, പിന്നെ എന്ത് വേണല്ലേ അതേപോലെ സാധനങ്ങളുണ്ട്. ബീട്രൂട്ട്. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ സൈഡിൽ കഴിക്കാം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കട്ടോ. കൂടുതൽ വർത്താനം വേണ്ട, ആസ്വദിച്ച് നിന്നിട്ട് ബൈ പറയാം. ബൈ.